ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റു മതസ്ഥരുമായുള്ളവർ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതിരിക്കുക. നിങ്ങളുടെ ജീവിത ബുദ്ധിമുട്ടുകൾ അകലുന്നതിനായി, സർവഭാഗ്യത്തിനായി മഹാസുദർശനം, അതുപോലെ തന്നെ ധനത്തിനായി ധനലക്ഷ്മി, മഹാവശ്യത്തിനായി ത്രിപുരസുന്ദരി, ബാണേശി തുടങ്ങിയവയും ജാതക വിചിന്തനം നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് കൃത്യമായി കർമ്മ ഉപാസനകൾ നൽകി ബലപ്പെടുത്തി നൽകുന്നതായിരിക്കും. പൂജകൾക്കായും സമീപിക്കുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കറിയാം, ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം നവഗ്രഹങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 12 രാശികളിലൂടെയും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഗ്രഹങ്ങളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മളിൽ ഓരോരുത്തർക്കും, അതായത് 27 നക്ഷത്രത്തിൽപ്പെട്ട ഓരോരുത്തർക്കും വ്യത്യസ്ത ഫലങ്ങൾ അനുഭവത്തിൽ വരാറുണ്ട്. ഗുണമായിട്ടും ദോഷമായിട്ടും ഗുണദോഷ സമ്മിശ്രമായിട്ടും മാറി മാറി വരാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഗ്രഹങ്ങൾ ഓരോ പൊസിഷനിൽ വന്നു കഴിയുമ്പോൾ വ്യത്യസ്തമായ ചില യോഗങ്ങളിലൂടെ രൂപപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിൽ പല പല യോഗങ്ങളുണ്ട്, ഒരുപാട് യോഗങ്ങൾ. ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും അറിയാത്ത തരത്തിലുള്ള ഒരുപാട് യോഗങ്ങൾ നിലവിലുണ്ട്. അത് ഇന്ന ഗ്രഹങ്ങൾ ഇന്ന സ്ഥാനത്തെത്തുമ്പോഴും, അതുപോലെ ഇന്ന ഗ്രഹങ്ങൾ തങ്ങളിൽ യോജിക്കുമ്പോഴും ഒക്കെയാണ് ആ യോഗങ്ങൾ ഇങ്ങനെ മാറി മാറി വരിക എന്ന് പറയുന്നത്. ഇവിടെ നമുക്കിപ്പോൾ പ്രധാനമായി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇന്ന് മുതലുള്ള കാര്യമാണ്. വളരെ വിശേഷപ്പെട്ട ഒരു യോഗം രൂപപ്പെട്ടിരിക്കുകയാണ്. അതായത് ധനലക്ഷ്മി യോഗം എന്ന് പറയും. ധനലക്ഷ്മി യോഗം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ധനലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ധനം നമ്മളിലേക്ക് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ധനദേവതയാണ് ഈ ധനലക്ഷ്മി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വളരെയധികം ആശ്വാസം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു യോഗമാണ് ധനലക്ഷ്മി യോഗം എന്ന് പറയുന്നത്. ഏകദേശം ഇത് 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന യോഗമാണ്. സാമ്പത്തിക ഇടപാടുകളൊക്കെ എത്രയും വേഗം ചെയ്ത് തീർക്കാനും, അതല്ലെങ്കിൽ കടങ്ങൾ, അതുപോലെ കിട്ടാതിരിക്കുന്ന പണം, ഇതെല്ലാം തിരികെ കയ്യിലേക്ക് കിട്ടാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ചൊവ്വയുടെ സ്ഥാനമാണ് ഇവിടെ ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ധനലക്ഷ്മി യോഗം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഗുണം ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. 14 നക്ഷത്രക്കാർക്കോളം ഈ ഒരു ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. അതായത് 1 മാസത്തേക്കിനാണ് ഇത് നീണ്ടു നിൽക്കുന്നത്. അതിൽ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ മൂലം, പൂരാട, ഉത്രാട നക്ഷത്രക്കാർ. അപ്പോൾ ഈ മൂലം, പൂരാട, ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ ധനലക്ഷ്മി യോഗം രൂപപ്പെട്ടതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല ഗുണങ്ങൾ ഉണ്ടാകാൻ പോകുന്നുണ്ട്. കാരണം കടം കൊണ്ട് വലയുന്നവരാണെങ്കിൽ പോലും അവരുടെ ആ കടബാധ്യത ഈ ഒറ്റ മാസം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതായിട്ട് ധനലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഇവർക്ക് ഉണ്ടാകാൻ പോവുകയാണ്. കാരണം ഇവിടെ ഞാൻ പറഞ്ഞു, ചൊവ്വയുടെ സ്ഥാനം വളരെയധികം ശക്തിപ്പെടുകയാണ്. അപ്പോൾ ആ ഒരു സ്ഥാനത്തെ ശക്തി, അതുകൊണ്ട് തന്നെ ദാമ്പത്യമായിട്ട് ചിന്തിച്ചു കഴിയുമ്പോഴും ദാമ്പത്യ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നവർ, തമ്മിൽ വലിയ ചേർച്ചയില്ലാതെ കൊണ്ടിരുന്നവർ, വഴക്കുണ്ടായി അകന്നു നിന്നവർ, അതല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ച് പോയവർ, ഇവരൊക്കെ അടുത്തു വരാനും, അല്ലെങ്കിൽ ആ ബന്ധം ഒന്ന് ആ ബന്ധത്തിൻ്റെ ഒരു ദൃഢത ഒന്ന് വർദ്ധിക്കാനുമൊക്കെ വളരെയധികം ഗുണകരമായിട്ട് വരുന്ന ഒരു യോഗമാണ് ധനലക്ഷ്മി യോഗം എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ലോൺ പോലുള്ള കാര്യങ്ങൾ കിട്ടാനും, അതുപോലെ തന്നെ ലോട്ടറി, ഒരുപക്ഷെ ഭാഗ്യക്കുറിയൊക്കെ ഈ പറയുന്ന പോലെ 1ാം സമ്മാനമൊന്നും ആയിരിക്കത്തില്ല, എന്നാൽ പോലും എന്തെങ്കിലുമൊക്കെ ഒരു രീതിക്ക് വന്നു ചേരാനൊക്കെ ഒരു സാധ്യത വളരെ കൂടുതലായിട്ടുണ്ട്. മാത്രമല്ല കിട്ടാതെ കിടന്ന് പണം കിട്ടുക, ആരെങ്കിലും ഈ സഹായഹസ്തവുമായിട്ട് വരിക, അതായത് സാമ്പത്തികമായിട്ട് നമ്മൾ നന്നായിട്ട് ഇടിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വരിക, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയാണ് ഈ പറഞ്ഞ ധനലക്ഷ്മി യോഗം ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത്.
മാത്രമല്ല തൊഴിൽ തടസ്സം നേരിടുന്നവർക്ക് ഇപ്പോൾ തൊഴിലില്ലാതെ പിന്നെ സാമ്പത്തികമായിട്ട് ഇടിഞ്ഞു നിൽക്കുന്നവരുണ്ടാവും, നന്നായിട്ട് ഇടിഞ്ഞു നിൽക്കുന്നവരുണ്ടാവും. ചില സമയത്തൊരു 100 രൂപ കാശ് പോലും കയ്യിലേക്ക് എടുക്കാനില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നവരുണ്ടാവും. അവർക്കുൾപ്പെടെ ഈ പറഞ്ഞതുപോലെ ജോലി കിട്ടുകയും അതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ഭാഗ്യ നിമിഷമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. വിദ്യാഭ്യാസ കാര്യത്തെപ്പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം നിന്ന കുട്ടികൾക്കൊക്കെ നന്നായിട്ട് പഠിക്കാനുള്ള ഒരു മനസ്സ് തോന്നാനും അവരുടെ ആ ഒരു ഉഴപ്പ് മാറി കിട്ടാനും പിന്നെ ഈ പറയുന്ന കളികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും പഠിത്തവും അതിൻ്റെ കൂട്ടത്തിൽ മെയിനായിട്ട് തന്നെ ചിന്തിക്കാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള അവസ്ഥയാണ് ഈ ഒരു ധനലക്ഷ്മി യോഗം കൊണ്ട് സംഭവിക്കുക എന്ന് പറയുന്നത്. മാത്രമല്ല ആനുകൂല്യങ്ങൾ, കുറേ ഏറെ ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഈ ഒരു യോഗം. അത് നമുക്ക് കിട്ടാതെ ഇരുന്നിട്ടുള്ള തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതായിട്ടാണ് ഈ ഒരു അവസ്ഥ കൊണ്ട്, അതായത് ഈ ഒരു പിന്നെ ധനലക്ഷ്മി യോഗം രൂപപ്പെടുന്നത് വഴി നമുക്ക് കിട്ടുന്ന ഒരു ഗുണമെന്ന് പറയുന്നത്. പിന്നെ ശത്രുത ഇല്ലാതായി മാറുക, ദാമ്പത്യം നല്ല രീതിക്ക് വരിക, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് മൂലം, പൂരാട, ഉത്രാട നക്ഷത്രക്കാർക്ക് സംഭവിക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് മറ്റ് നക്ഷത്രക്കാരിലും വരുന്നത്. ഇപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ പുണർതം, പൂയം, ആയില്യം നക്ഷത്രക്കാരാണ്. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ദാമ്പത്യമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരും പിന്നെ അതുപോലെ കിട്ടാതെ പണം കിടന്നിട്ടുണ്ടെങ്കിൽ അത് കിട്ടുക, പിന്നെ ചിലയിടത്ത് ഈ ഫീസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അടയ്ക്കാൻ ഇല്ലാതിരിക്കുന്ന സമയത്ത് അപ്പോൾ നാളെ അല്ലെങ്കിൽ ഇന്ന് അതിൻ്റെ അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റാ ഇത്ര മണിക്ക് ഉള്ളിൽ ഒത്തുവരണം, എന്നാൽ പോലും ചിലപ്പോൾ ചിന്തിക്കുമ്പോൾ യാതൊരുവിധ സോഴ്സും കാണത്തില്ലായിരിക്കും. ഈ പറഞ്ഞതുപോലെ എവിടുന്നും ഒരു തുക കിട്ടാനില്ല, അങ്ങനെയുള്ള അവസ്ഥയിൽ നിൽക്കുകയായിരിക്കും. പക്ഷേ ആ അടയ്ക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അത് എവിടുന്നെങ്കിലും നമ്മുടെ കയ്യിലേക്ക് വന്ന് ചാടും. അതൊക്കെയാണ് അതിൻ്റെ ഗുണമായിട്ട് വരുന്നത്. അതും ഈ പറഞ്ഞ പോലെ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കിട്ടാനും വിവാഹം നടക്കാത്തവരുടെ വിവാഹം നടക്കാനും പിന്നെ റെക്കമെൻഡേഷൻ കാര്യങ്ങളൊക്കെ ശരിയായി വരാനും ഒക്കെ വളരെയധികം ഗുണകരമായിട്ട് വരുന്നുണ്ട് ഈ സമയം. മാത്രമല്ല നമ്മളുടെ ഈ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങളും അല്ലെങ്കിൽ വസ്തുവകകൾ, ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ ഇവയൊക്കെ വാങ്ങിക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ വാഹനങ്ങൾ, അതിനൊക്കെ ഒരുപാട് തുക കാര്യങ്ങളൊക്കെ ചിലവാക്കേണ്ടി വരുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ലോൺ ശരിയാവാതോ ഒക്കെ നിൽക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ലോണൊക്കെ ശരിയായി അത് വളരെ വേഗത്തിൽ തന്നെ കിട്ടാൻ ഉള്ളൊരു അവസ്ഥ ഈ ഒരു ധനലക്ഷ്മി യോഗം കൊണ്ട് സംഭവിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് കന്നിരാശിക്കാരുടെ കാര്യം. ഉത്രം, അത്തം, ചിത്ര എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള നക്ഷത്രക്കാർ, അതായത് രാശി അടിസ്ഥാനത്തിലല്ല പറയുന്നതെങ്കിൽ പോലും ഈ ഒരു ഉത്രം, അത്തം, ചിത്ര എന്ന് പറയുന്ന കന്നിരാശിയിൽ വരുന്നത് കൊണ്ട് തന്നെ അതിനെ പറ്റിയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവർക്കും ഈ പറഞ്ഞതുപോലെ തന്നെ തൊഴിൽ തടസ്സം നേരിടുന്നവർ, അതുപോലെ തന്നെ ശത്രുത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ശത്രുക്കൾ ആ ഒരു ശത്രുത മാറി പോകുകയും നല്ല രീതിക്ക് തന്നെ ഒരു സുഹൃത്ത് ബന്ധം നിലനിൽക്കുകയും അകന്നു നിന്നവരൊക്കെ അടുത്ത് വരികയും ചിലപ്പോൾ ഈ എന്തെങ്കിലും ഒരു ആഗ്രഹിക്കുന്ന കാര്യം വാങ്ങിച്ച് കഴിക്കാൻ പോലും പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നവരായിരിക്കും. അവരുടെയൊക്കെ ആ ഒരു അവസ്ഥ മാറിക്കിട്ടുകയൊക്കെ ചെയ്യുന്നതായിട്ടാണ് ഈ ഒരു സമയം കൊണ്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്. മാത്രമല്ല ഈ അംഗീകാരങ്ങൾ കിട്ടുക, അനുമോദനങ്ങൾ, അതുപോലെ പിന്നെ ക്യാഷ് അവാർഡുകൾ, അങ്ങനെ ഫിനാൻഷ്യലി ഗ്രോത്ത് ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയാണ്. ശ്രദ്ധിക്കപ്പെടുക, ഗ്രോത്ത് ഉണ്ടാവുക, ഇതൊക്കെയാണ് ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് സംഭവിക്കുക എന്ന് പറയുന്നത്. ചോതി, വിശാഖവും അതുപോലെ തന്നെ അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഈ 5 നക്ഷത്രക്കാർക്കും ഈ പറഞ്ഞ രീതിയിൽ ഗുണങ്ങൾ കൂടാതെ തൊഴിലവസരങ്ങൾ, അതുപോലെ തന്നെ ഈ കലാപരമായിട്ടുള്ള മേഖലകളിലെ അവസരങ്ങൾ, പിന്നെ പേരും പെരുമയും ഉണ്ടാകുക, 10 പേരറിയുക, അതുപോലെ പിന്നെ ആഗ്രഹിച്ച കാര്യങ്ങളിൽ സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് മാത്രം ഉപേക്ഷിച്ചതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അവയൊക്കെ നമ്മൾ ഉദ്ദേശിച്ച ഒരു തുക കയ്യിൽ കിട്ടില്ല എന്നുറപ്പുള്ളവർക്ക് പോലും അത് ശരിയായി വരാനും അത് നല്ല രീതിക്ക് നടത്താനുമൊക്കെ പറ്റുന്നതായിട്ടാണ് ഈ ഒരു അവസ്ഥ. അവർക്ക് ഈ പറയുന്ന പോലെ കടമാണേലും കടം മൊത്തത്തിൽ വീട്ടിൽ കിട്ടാനും, അതുപോലെ ലോണ് ശരിയായി വരാനും, ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങൾ ഉണ്ടാവാനും, കിട്ടാതെ കിടന്ന പണം കയ്യിലേക്ക് കിട്ടാനും, അതുപോലെ തന്നെ സഹായം പലരിൽ നിന്നും ഉണ്ടാവാനും, ദാമ്പത്യമായിട്ട് ബുദ്ധിമുട്ട്
ദാമ്പത്യമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ആ ഒരു ദാമ്പത്യ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല രീതിക്ക് കാര്യങ്ങളെത്താനും ഒക്കെ വളരെയധികം ഗുണം ചെയ്യുന്ന തരത്തിലുള്ള ഒരു യോഗമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ 1 മാസത്തോളം ഇത് നീണ്ടു നിൽക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ യോഗങ്ങൾ പറയുന്നു എപ്പോഴും യോഗങ്ങളാണോ, അല്ലെങ്കിൽ എപ്പോൾ നോക്കിയാലും സുദർശന TV യോഗങ്ങളേ ഉള്ളൂ. യോഗങ്ങൾ എന്ന് പറയാൻ ഇന്ന ഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ടുണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. അത് നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇത് കയ്യിലേക്ക് കിട്ടണമെങ്കിൽ പോലും നമുക്കൊരു ജോലി ഓഫർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി ആ കാര്യങ്ങൾ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത്, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ പോയി ശമ്പള കാര്യങ്ങളൊക്കെ പോയി സംസാരിച്ചാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞതുപോലെ ആ ജോലി നമുക്ക് ചെയ്ത് നമുക്ക് ധനം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. നേരെ മറിച്ച് നമ്മൾ ജോലി നമുക്ക് കിട്ടി, അവരെന്നും വന്ന് നമ്മളെ ഇവിടുന്ന് അങ്ങോട്ട് പൊക്കോളും അങ്ങനെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ആരും വരത്തില്ല. അപ്പോൾ ഇന്ന ഓഫർ നമ്മളുണ്ട്, അത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത്യാവശ്യമായിട്ടും ഇതിനകത്തിൽ കേൾക്കുന്ന സ്ത്രീകൾ ചെയ്യേണ്ടത് 21 നാരങ്ങ വിളക്കുകൾ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കണം. കാരണം ഇതിനെ ഒരു മാസം മാത്രം ഒതുങ്ങാതെ ഒരു 2 വർഷക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യത്തിലൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 21 നാരങ്ങ വിളക്കുകൾ എടുക്കണം. അടുത്തുള്ള ദേവീക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ ആണെങ്കിലും മതി. നിങ്ങൾ പോയി സംസാരിച്ചിട്ട് നാരങ്ങ വിളക്കുകൾ, അത് ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് ദേവീക്ഷേത്രത്തിൽ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നാരങ്ങ വിളക്കുകൾ 21 ആഴ്ചകളിൽ പൂർത്തിയാക്കണം. 21 ആഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വേണേൽ ചെയ്യാം, അല്ലെങ്കിൽ വെള്ളിയാഴ്ച മാത്രമായിട്ട് ചെയ്യാം, ചൊവ്വാഴ്ച മാത്രമായിട്ട് ചെയ്യാം. എന്താണെങ്കിലും ചൊവ്വ വെള്ളി ദിവസങ്ങളിലായത് ചെയ്യേണ്ടത്. 21 നാരങ്ങ വിളക്കുകൾ എന്ന് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് 21 നാരങ്ങ കട്ട് ചെയ്ത് പിഴിഞ്ഞ് വെക്കുക എന്നല്ല. ഒരു നാരങ്ങ 2ആയിട്ട് മുറിച്ച് അത് പിഴിഞ്ഞ് അതിനെ തിരിച്ച് അതിൻ്റെ ആ തൊലിയുള്ള ഭാഗം എണ്ണ ഒഴിക്കുന്ന രീതിയിലേക്ക് വരത്തക്കോണം നമ്മളതിനെ വളച്ച് അതിലേക്ക് നെയ്യാണ് ഒഴിക്കേണ്ടത്. നെയ്യ് ഒഴിച്ച് കോട്ടൺ പഞ്ഞി വെച്ച് തിരിയാക്കിയോ, അതല്ലെങ്കിൽ തിരി ഉണ്ടല്ലോ, വിളക്ക് തിരി, അത് വെച്ചിട്ട് ആ 2 ഇതായിട്ട് തന്നെ ഒരു തട്ടത്തിൽ വെച്ചിട്ട് ഈ പറഞ്ഞതുപോലെ വിളക്കെടുക്കുക. അത് 21 വിളക്കുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് 21 ദിവസങ്ങളിലെ വിളക്കുകളാണ്. ഇപ്പോൾ ഇന്ന് ഒരെണ്ണം എടുത്തു, നാളെ ഒരെണ്ണം എടുത്തു, 2 വിളക്കായിട്ടുണ്ട്. മറ്റന്നാളുടെ അടുത്ത് എടുക്കുന്നു 3 വിളക്ക്. അങ്ങനെ ദിവസമല്ല എടുക്കുന്നത്, ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് ഇത് ചെയ്യേണ്ടത്. കൂടാതെ വിഷ്ണു ക്ഷേത്രത്തിൽ മാസത്തിലൊരു വ്യാഴാഴ്ച വിഷ്ണു പൂജയും പാൽപായസ വഴിപാടും നടത്താൻ പറ്റുന്നവർക്ക് നടത്താം. അതിന് സാമ്പത്തികം ഒത്തു വന്നില്ലെങ്കിൽ ഉറപ്പായും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യസൂക്തം ചെയ്യണം. ഇതൊക്കെ നമ്മളിലേക്ക് എത്താനായിട്ട് ഭാഗ്യസൂക്തം വളരെയധികം പ്രയോജനം ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ഇനി കാണുന്ന പുരുഷന്മാരാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഒരു ചുവന്ന പട്ട് വാങ്ങി അവിടെ സമർപ്പിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. എന്നിട്ട് മാസങ്ങളിൽ പറ്റുന്ന ചൊവ്വാഴ്ചകളിൽ പോവുക, അവിടെ ഭസ്മാഭിഷേകം വഴിപാട് നടത്തുക. ഇനി 2 കൂട്ടരും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രധാനമായിട്ട് അഷ്ടലക്ഷ്മി സ്തോത്രം ഇഷ്ടംപോലെ ഇപ്പം നെറ്റിലാണെങ്കിൽ തന്നെ ഇഷ്ടംപോലെ അവൈലബിളാണ്, മലയാളത്തിൽ അവൈലബിളാണ്. നമ്മളത് ജപിക്കുക, അഷ്ടലക്ഷ്മി സ്തോത്രം ജപിക്കുക. അത് വെള്ളിയാഴ്ചകളിൽ തിങ്കളാഴ്ചകളിലൊക്കെ ജപിക്കാവുന്നതാണ്. എല്ലാ ദിവസവും ജപിക്കാമെങ്കിൽ അത്രയും നല്ലത്. ഇത്രയും ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് നല്ല ഗുണമുണ്ടാവും. ഈ യോഗം നിങ്ങളിലേക്ക് ഉറപ്പായും തന്നെ എത്തും, യാതൊരുവിധ സംശയവുമില്ല. തീർച്ചയായിട്ടും ധനലക്ഷ്മി ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.